ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ലീഗൽ എൻവയോൺമെൻറ്റ് ഫോർ കോപ്പറേറ്റീവ്സിൻ്റെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് കോപ്പറേഷൻ, വാട്ട് ഈസ് കോപ്പറേഷൻ, അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്. ദെൻ അതേപോലെ കോപ്പറേറ്റീവ്സ്, അതായത് കോപ്പറേറ്റീവ് എൻറ്റിറ്റീസ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, പിന്നെ നമ്മുടെ ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ലെവലിൽ ഉണ്ടായിട്ടുള്ള കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൽ എടുത്ത് പറയാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സക്സസീവ് ആയിട്ടുള്ള റോക്ക്ഡെയിൽ സൊസൈറ്റി അല്ലെങ്കിൽ റോക്ക്ഡെയിൽ പൈനീസ് ആ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലോട്ട് ഒരു നാഷണൽ ലെവലിലോട്ട് വരുമ്പോൾ ഇന്ത്യയിൽ കോപ്പറേറ്റീവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതല്ലാന്നുണ്ടെങ്കിൽ കോപ്പറേഷൻ ആ ഒരു സെക്ടർ എങ്ങനെയാണ് വളർന്നു വന്നത്, അതിലെ ലാൻഡ് മാർക്സ് എന്തൊക്കെയാണ്, അതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ആ ഒരു ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുകൾ. അതിൽ പല ലീഗൽ, അതായത് ലെജിസ്ലേഷൻസ് നിലവിൽ വന്നിട്ടുണ്ട് കോപ്പറേറ്റീവ് സെക്ടറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനൊരു കൃത്യമായിട്ടൊരു ഫ്രെയിം ഡിറ്റർമൈൻ ചെയ്യാനായിട്ട്. സോ ഇനി നമ്മൾ പറയാൻ പോണത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ആണ്. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നിട്ടുള്ളത് 1904 1904 മാർച്ച് 25 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബില്ല് പാസ്സാക്കിയിട്ടുള്ളത്, എനാക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ദെൻ അതിൽ പറയുന്ന പോലെ തന്നെ, അതിൻ്റെ പേരിൽ എംഫസൈസ് ചെയ്തിട്ടുള്ള പോലെ തന്നെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. ക്രെഡിറ്റ്, അതായത് ഈ ഒരു ആക്ട് റെസ്ട്രിക്റ്റഡ് ടു ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് ലോൺസ് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിന് മാത്രമാണ് ഈ ഒരു ആക്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഫോം ചെയ്യപ്പെട്ടിട്ടുള്ളത്. സോ 1904 മാർച്ച് 25 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബിൽ എനാക്ട് ചെയ്തു. അത് ഓൺലി റെസ്ട്രിക്റ്റഡ് ടു ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ്. ദെൻ പിന്നീട് ഒരു 1911 ആയപ്പോഴത്തേനും, 1904 ഇങ്ങനെ ഒരു ആക്ട് പാസ് ചെയ്ത് ഒരു 1911 1911 ആ ഒരു പീരീഡൊക്കെ ആയപ്പോഴേക്കും ഓവർ 3 lakhs മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിൽ 3 ലക്ഷത്തിലധികം മെമ്പർഷിപ്പ് വന്നു. നമ്മുടെ ഇന്ത്യയിൽ 5300-ലധികം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഫോം ചെയ്യപ്പെട്ടു. സോ കോപ്പറേറ്റീവ്സ് അല്ലെങ്കിൽ കോപ്പറേഷൻ്റെ ഒരു ഗ്രോത്താണ് പറയണത്. കോപ്പറേറ്റീവ് സെക്ടറിൻ്റെ വളരെ മിനിമം വർഷങ്ങളുടെ ഇടയിൽ 5300-ലധികം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വരിക, 3 ലക്ഷത്തിലധികം മെമ്പർഷിപ്പുകൾ വരിക, അതൊക്കെ വലിയൊരു ഗ്രോത്താണ്, ഒരു ഡെവലപ്മെൻ്റ് ആണ്. ദെൻ ഇന്ത്യയിൽ ആദ്യമായിട്ട്, അതായത് 1904 ഇങ്ങനെ ഒരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്ത് ആ ഒരു തുടക്കകാലത്തിൽ, ഒരു സ്റ്റാർട്ടിംഗ് പീരീഡിൽ 5 to 6 ഇയേഴ്സിൻ്റെ ഉള്ളിൽ ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ള കുറച്ച് ക്രെഡിറ്റ് സൊസൈറ്റീസ്, ദാറ്റ് മീൻസ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ പേരാണ് ഇവിടെ തന്നിട്ടുള്ളത്. രാജഹൗലി വില്ലേജ് ബാങ്ക്, അതേപോലെ തിരൂർ പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ബാങ്ക് നിലവിൽ വന്നു. ദെൻ അഗ്രികൾച്ചർ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ബെയിൻസ് കോപ്പറേറ്റീവ് ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ് പഞ്ചാബിൽ വന്നു. ബില്ലിപാഡ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ഒറീസയിൽ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അങ്ങനെ ഒരുപാട് ബാങ്കുകൾ ഈ ഒരു 5-6 അല്ലെങ്കിൽ ഒരു തുടക്ക കാലഘട്ടങ്ങളിൽ 1904 ഇങ്ങനെ ഒരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ആ ഒരു ബില്ല് പാസ്സാക്കി. ആ ഒരു ആക്ട് നിലവിൽ വന്ന് വിത്തിൻ ഫ്യൂ ഇയേഴ്സ് ഇത്രയും കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ക്രെഡിറ്റ് സൊസൈറ്റീസ് ഇന്ത്യയിൽ ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ടിന് ശേഷം 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നു. കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, മറ്റേത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആയിരുന്നു. ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിന് മാത്രം എന്ത് ചെയ്തിട്ടുള്ളത്, റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എംഫസൈസ് ചെയ്യണത് എന്തിനാണ്, അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഫോർ പ്രൊവൈഡിങ് നോൺ ക്രെഡിറ്റ് സർവീസസ് ടു ദെയർ മെമ്പേഴ്സ്. ക്രെഡിറ്റ് സർവീസസ് അല്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സർവീസസ് അല്ല, നോൺ ക്രെഡിറ്റ് സർവീസസ് അതിൻ്റെ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ളൊരു ആക്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടിയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 നിലവിൽ വന്നിട്ടുള്ളത്. ദെൻ ഈ ഒരു ആക്ടിൻ്റെ ഭാഗമായിട്ട്
അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സുകൾ, അതായത് ക്രെഡിറ്റ് സെക്ടറിൽ ഉണ്ടായിരുന്ന അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സുകളൊക്കെ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കുകളായിട്ട് കൺവേർട്ട് ചെയ്തു. ദെൻ പ്രൈമറി കോപ്പറേറ്റീവ്സ് യൂണിറ്റ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ദെൻ അവർ നോൺ ക്രെഡിറ്റ് ആക്ടിവിറ്റീസുകളൊക്കെ ഓർഗനൈസ് ചെയ്തു. നോൺ ക്രെഡിറ്റ് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് അവർ സെയിൽസ് യൂണിയൻസ് കൊണ്ടുവന്നു, മാർക്കറ്റിംഗ് സൊസൈറ്റീസ് കൊണ്ടുവന്നു. ദെൻ അഗ്രികൾച്ചറൽ സെക്ടറിൽ മാത്രമല്ലാതെ നോൺ അഗ്രികൾച്ചറൽ സെക്ടറുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ്, ഹാൻഡ്ലൂം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആർട്സിനെ പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം വന്നു. സോ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 അതിലെന്താ പറയണത്? ക്രെഡിറ്റ് സർവീസസിന് ഉപരി നോൺ ക്രെഡിറ്റ് സർവീസസ് അവരുടെ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 ലക്ഷ്യം എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ ഭാഗമായിട്ട് ചില ക്രെഡിറ്റ് സെക്ടറിൽ ഉണ്ടായിരുന്ന ബാങ്കുകളൊക്കെ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കുകളായിട്ട് കൺവേർട്ട് ചെയ്തു. ദെൻ അതുപോലെ തന്നെ നോൺ ക്രെഡിറ്റ് ആക്ടിവിറ്റീസുകളും നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസുകളെല്ലാം എന്ത് ചെയ്തു? കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സെക്ടറിൻ്റെ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സെക്ടറിൻ്റെ ഭാഗമായിട്ട് വന്നു. ഇനി ആഫ്റ്റർ ദി 1912 ആക്ട്, ഈ 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് ശേഷം 1914 ആദ്യത്തെ കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ആക്ട് വന്നിട്ടുള്ളത്. മദ്രാസ് കോപ്പറേറ്റീവ് യൂണിയന്റെ കീഴിലാണ്. ദെൻ 1918 ബോംബെ സെൻട്രൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നു. ദെൻ ഇതുപോലെയുള്ള ഈ ബോംബെ സെൻട്രൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള സിമിലർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ബംഗാളിലും ബീഹാറിലും ഒറീസയിലും പഞ്ചാബിലും ഒക്കെ നിലവിൽ വന്നു. Then other than consumer cooperatives and weavers cooperatives, other non-agricultural credit cooperatives generally performed well and grew in strength and operations during this period. നമ്മുടെ നേരത്തെ പറഞ്ഞ നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിനും അതേപോലെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിനൊക്കെ പുറമെ ഒരുപാട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് കോപ്പറേറ്റീവ് യൂണിറ്റുകൾ അത് നല്ല സ്ട്രോങ് ആയിട്ടാണ്, വളരെ സ്ട്രെങ്തോട് കൂടിയിട്ട് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഓപ്പറേഷൻസോട് കൂടിയിട്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് ഈ ഒരു കാലഘട്ടത്തിൽ വളർന്നിട്ടുണ്ട്. സോ 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് ശേഷം 1914 ആദ്യത്തെ ഹൗസിംഗ് സൊസൈറ്റി കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി വന്നു. ദെൻ ബോംബെ സെൻട്രൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് 1918 വന്നു. അതുപോലെയുള്ള സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയുടെ പല ഭാഗത്ത് ബംഗാളിലും പഞ്ചാബിലും ബീഹാറിലും ഒറീസയിലും ഒക്കെ ആയിട്ട് വന്നു. ദെൻ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിനും നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിനൊക്കെ പുറമെ ഒരുപാട് കോപ്പറേറ്റീവ് യൂണിറ്റ്സ് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിലവിൽ വന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ പറയാനുള്ളത്? ഈ ഒരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അതിനെ അക്കമ്പനി ചെയ്ത് അതിനെ സപ്പോർട്ടീവായി വന്നിട്ടുള്ളത്. ഇനി 1914 മാക്ലഗൻ കമ്മിറ്റി ഓൺ കോപ്പറേഷൻ അത് ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഈ ഒരു പീരീഡിൽ ആദ്യത്തെ വേൾഡ് വാർ വന്നു, ബാങ്കുകൾക്കൊക്കെ ഒരു ക്രൈസിസ്, ബാങ്കിങ് ക്രൈസിസ് നിലവിൽ വന്നു. സോ ഈ ബാങ്കിങ് ക്രൈസിസും നമ്മുടെ വേൾഡ് വാറൊക്കെ കോപ്പറേറ്റീവ്സിൻ്റെ ഗ്രോത്തിനെ വളരെ കാര്യമായിട്ട് വളരെ ഇൻ ഡെപ്തായിട്ട് എഫക്റ്റ് ചെയ്തു, എല്ലാം വളരെ മോശമായിട്ട് ബാധിച്ചു. സോ അത്തരം ഒരു സിറ്റുവേഷനിലാണ് 1914 മാക്ലഗൻ കമ്മിറ്റി കോപ്പറേഷനെ കുറിച്ച് പഠിക്കാൻ, കോപ്പറേറ്റീവ് സെക്ടറിനെ കുറിച്ച് പഠിക്കാൻ നിലവിൽ വന്നിട്ടുള്ളത്. സോ ഈവൻ നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കുകളെ ബാങ്കിങ് ക്രൈസിസുകളും അതല്ലാന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് സെക്ടറിനെ നമ്മുടെ വേൾഡ് വാറൊക്കെ കാര്യമായിട്ട് ബാധിച്ചു എന്നുണ്ടെങ്കിലും കോപ്പറേറ്റീവ്സിലുള്ള മെമ്പർ ഡെപ്പോസിറ്റുകൾ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് യൂണിറ്റുകളുടെ നമ്പേഴ്സൊക്കെ ഇൻക്രീസ് ചെയ്ത് വരികയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാം എഫക്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ മെമ്പർ ഡെപ്പോസിറ്റ്സുകൾ എന്ത് ചെയ്തു? കൂടിക്കൊണ്ടിരുന്നു ഓരോ പീരീഡിലും. ദെൻ ഈ ഒരു വാർ, നമ്മുടെ ആദ്യത്തെ ലോകമഹായുദ്ധം, നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാർ, അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് എക്സ്പോർട്ട്സ് ചെയ്യാനും, അതായത് ക്യാഷ് ക്രോപ്സ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസിലും ഒക്കെ എഫക്റ്റ് ചെയ്തു. നമ്മുടെ കർഷകർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അത് അവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാതെ വന്നു, അല്ലെങ്കിൽ അത് പ്രോപ്പറായി സെയിൽ ചെയ്യാൻ പറ്റാതെ വന്നു. അഗ്രികൾച്ചറൽ സെക്ടറിനെ ബാധിച്ചു, ഫാർമേഴ്സിനൊക്കെ അവരുടെ ലോൺസ് ഒക്കെ ഓവർ ഡ്യൂ ആയി. സോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കോപ്പറേറ്റീവ് സെക്ടറിനെ ബാധിച്ചിട്ടുണ്ട്. സോ ഈ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്
ഫസ്റ്റ് വേൾഡ് വാർ അല്ലെങ്കിൽ ബാങ്കിങ് ക്രൈസിസുകൾ കോപ്പറേറ്റീവ് സെക്ടറിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിനെ അബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1914 ഒക്ടോബർ മാസത്തിൽ ഒരു കമ്മിറ്റീനെ അറേഞ്ച് ചെയ്യുന്നത്. സർ എഡ്വാർഡ് മാക്ലഗൻ അദ്ദേഹമാണ് ഈ ഒരു കമ്മിറ്റിയുടെ ചീഫായിട്ട്, അതിൻ്റെ ഏറ്റവും ഒരു അതോറിറ്റി എന്നുള്ള രീതിയിൽ, ടോപ്പ് മോസ്റ്റ് അതോറിറ്റി എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് അപ്പോയിന്റ് ചെയ്തത് അദ്ദേഹത്തെയാണ്. നമ്മുടെ സ്റ്റേറ്റിൻ്റെ, അതായത് നമ്മുടെ നാഷൻ്റെ, ഇന്ത്യയുടെ കോപ്പറേറ്റീവ് സെക്ടറിനെ കൃത്യമായി പഠിക്കാനും അതിൻ്റെ ഭാവി ഫ്യൂച്ചർ എന്താണെന്നുള്ളത് കൃത്യമായി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പ്രോപ്പറായിട്ടുള്ള സജഷൻസ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്യാനും 1914 മാക്ലഗൻ കമ്മിറ്റീനെ എന്ത് ചെയ്തു, അപ്പോയിന്റ് ചെയ്തു. ദെൻ ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ഒക്കെ ക്രെഡിറ്റ് കൂടുതൽ ബേസിക്കലി റിലേറ്റഡ് ടു ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിനെ ആയിരുന്നു കൂടുതൽ എംഫസൈസ് ചെയ്തിരുന്നത്. ദെൻ ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ കോപ്പറേറ്റീവ് സ്ട്രക്ചറിൽ ഒരു 3 ടയർ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു 3 ടയർ സിസ്റ്റം നിലവിൽ വന്നിട്ടുള്ളത്. ഏറ്റവും ബേസ് ആയിട്ട് പ്രൈമറീസ്, നമ്മുടെ എല്ലാ ഇതിലും ഉണ്ടായിരിക്കും അല്ലേ, അതായത് ഇപ്പോൾ ഒരു കോളേജിലാണെങ്കിൽ കുട്ടികളായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ടീച്ചേഴ്സ്, ദെൻ HODs, പ്രിൻസിപ്പാൾ, അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പം അതേപോലെ ഒരു 3 ടയർ സിസ്റ്റം. ആദ്യം പ്രൈമറി കോപ്പറേറ്റീവ് യൂണിറ്റുകൾ ഏറ്റവും ബേസിൽ, പിന്നെ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഒരു മിഡിൽ ലെവലിൽ, ഏറ്റവും എപെക്സ് ആയിട്ട് പ്രൊവിൻഷ്യൽ കോപ്പറേറ്റീവ് ബാങ്ക്സുകൾ. സോ ഇത്തരത്തിലൊരു 3 ടയർ സിസ്റ്റം അല്ലെങ്കിൽ 3 ടയർ സ്ട്രക്ചർ മാക്ലഗൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ടാണ് നിലവിൽ വന്നിട്ടുള്ളത്. പ്രൈമറീസ് ഏറ്റവും ബേസിൽ, ദെൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കുകൾ മിഡിലിൽ, അതേപോലെ ഏറ്റവും എപെക്സ് അതോറിറ്റി ആയിട്ട് പ്രൊവിൻഷ്യൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് അറ്റ് ദ എപെക്സ്. സോ ഇങ്ങനെയുള്ള ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾ അല്ലെങ്കിൽ ഈ ഒരു 3 ടയർ സ്ട്രക്ചറൊക്കെ ഷോർട്ട് ടേം, മീഡിയം ടേം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ക്രെഡിറ്റ്സ് പ്രൊവൈഡ് ചെയ്യാനായിരുന്നു ഉണ്ടായിരുന്നത്. Then considerable emphasis was laid on ensuring the cooperative character of these institutions. അതേപോലെ തന്നെ മാക്ലഗൻ കമ്മിറ്റിയുടെ മറ്റൊരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സെക്ടറിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷതകളെ കാത്തു സൂക്ഷിക്കാൻ എന്നുള്ളതായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് ഈ 3 ടയർ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചറിൽ ഉൾപ്പെടുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും എല്ലാ മെമ്പേഴ്സിനും പ്രോപ്പർ എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ പറഞ്ഞിട്ടുള്ളത്, മാക്ലഗൻ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വന്നത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് മുതലാണ് 1904 ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിന് മാത്രം വേണ്ടിയിട്ടാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നത്. ദെൻ അതിനുശേഷം 1912 ക്രെഡിറ്റ് എന്നുള്ള ഒരു എംഫസൈസ് എടുത്തു കളഞ്ഞ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നിലവിൽ വന്നു. ദെൻ 1912 ശേഷം 1914 ആദ്യത്തെ കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി നിലവിൽ വന്നു. ദെൻ ബോംബെ സെൻട്രൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് 1918 ഫോം ചെയ്യപ്പെട്ടു. സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിൽ പലയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ദെൻ 1914 വേൾഡ് വാർ, ഇന്ത്യൻ ബാങ്കിങ് ക്രൈസിസിന്റെ ഒക്കെ ഒരു എഫക്റ്റ് എങ്ങനെ കോപ്പറേറ്റീവ് സെക്ടറിനെ ബാധിച്ചു അത് വിലയിരുത്താനും പ്രോപ്പർ റെക്കമെൻഡേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ ഗവൺമെന്റ് മാക്ലഗൻ കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തു. ദെൻ അവരുടെ ഒരു റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ട് ഒരു 3 ടയർ സ്ട്രക്ചർ നിലവിൽ വന്നു. അതേപോലെ മെമ്പേഴ്സിനും അവിടുത്തെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എല്ലാവർക്കും പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും എല്ലാം പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഇന്ത്യയുടെ കോപ്പറേറ്റീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രോത്ത് ഹിസ്റ്ററിയായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.